ഹലോ, ജിതർജാലി കിച്ചൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. വേറെ ഉള്ളവരൊക്കെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും കൂടെ നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒരു 2.25 ഇട്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടം മധുരം കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇടാവും കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നുള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. അപ്പോൾ നമുക്കിതിലേക്ക് വളരെ ചെറിയ ചൂട് കേട്ടോ, വെള്ളം ചൂട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളൊന്ന് കലക്കി നോക്കാം. നമുക്കറിയാലോ പഴംപൊരിക്ക് വേണ്ടുന്നൊരു ലൂസ് എത്രയാണെന്ന്, എത്രത്തോളം അയഞ്ഞാണോ വരേണ്ടത് അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ കലക്കി എടുത്തതിന് ശേഷം കാണിക്കാവേ. നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ഇതിനെ കലക്കി എടുക്കാനായിട്ട്. ഇനി ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് മാത്രം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കട്ടയില്ലാണ്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴല്ലേ നമ്മുടെ പഴംപൊരിക്ക് കുറച്ചുകൂടെ മൊഞ്ച് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കറുത്ത എള്ള്. ഇനി നമ്മളിതിനെ ഒരു 1/2 തൊട്ട് 1 മണിക്കൂർ വരെ ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ഈ മാവ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് അപ്പക്കാരമൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ആ സമയത്തേക്ക് ഞാൻ പഴം കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ പഴമെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പഴംപൊരി ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ വലിയൊരു പാത്രമൊക്കെയാണ്, അതായത് ചീനച്ചട്ടിയോ അങ്ങനെയൊക്കെ വലുതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 ഒന്നിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 4 ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാൻ പാടില്ല, അല്ലാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിനെ ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. കണ്ടോ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ടോ. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 വരെയൊക്കെ ഇടാം. അതിൽ കൂടുതൽ ഇടാൻ പറ്റിയാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരുന്ന് പോകും. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.